ഹലോ ഗൈസ്, നമുക്കിന്ന് ലിസി ലേക്ക് വരെ പോയിട്ട് വരാം. ടിബ്ലിസിയിലെ സമ്മർ അട്രാക്ഷൻസിൽ പെടുന്ന മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ലിസി ലേക്ക്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇന്നത്തെ ട്രിപ്പ് അങ്ങോട്ടേക്കാകുന്ന പ്ലാൻ ഇട്ടു. 24 ഡിഗ്രി ഉണ്ടെങ്കിലും തുളച്ചു കയറുന്ന ചൂടായിരുന്നു പുറത്ത്. അങ്ങനെ ഞങ്ങൾ സണ്ണിൽ നിന്ന് മെട്രോ കയറി സ്റ്റേഷൻ സ്ക്വയറിൽ എത്തി. ടിബ്ലിസിലെ ഏറ്റവും കൂടുതൽ റഷ് ഉള്ള മെട്രോ സ്റ്റേഷനാണ് സ്റ്റേഷൻ സ്ക്വയർ. അവിടെ നിന്ന് ടിബ്ലിസിലും എത്തി. അവിടെ നിന്ന് ഞങ്ങൾ മെഷുദ്ക്ക് കയറി ലിസി ലേക്കിലേക്ക് യാത്രയായി. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് റോഡ് മൊത്തം നല്ല ട്രാഫിക് ജാം ആയിരുന്നു. ലിസി ലേക്ക് പ്ലാൻ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പറ്റിയ നല്ല ക്ലൈമറ്റാണ് ജോർജിയയിൽ. ടിബ്ലിസിലെ ക്ലൈമറ്റ് നമുക്ക് ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ രാത്രി മഴ പെയ്താണെന്ന് ഈ ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂ. അങ്ങനെ കുറെ നേരം മെഷുദ്ക്കിൽ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ലിസിലെത്തി. വന്നവർ പോയി സൈക്കിൾ എടുത്തു. ഇവരെല്ലാവരും സൈക്കിൾ ഓടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് തോന്നിയത്. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അവരോടൊപ്പം നടക്കാൻ തുടങ്ങി. ലിസിലേക്ക് ലേക്ക് മാത്രമല്ല, കുട്ടികൾക്കും പട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാർക്കും ഉണ്ട്. നടന്ന് ക്ഷീണിക്കുമ്പോഴോ വിശക്കുമ്പോഴോ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് കോർട്ടും അവിടെ തന്നെയുണ്ട്. അങ്ങനെ ലാസ്റ്റ് നടന്ന് ലേക്കിൻ്റെ അവിടെ ഞാൻ എത്തി. അവരെല്ലാവരും ഈ ലേക്ക് ചുറ്റിക്കറങ്ങാനായി സൈക്കിളും കൊണ്ടുപോയി. ഇത്രയും വിചലമ്പിച്ച ലേക്ക് നടന്നു കണ്ട് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ലേക്കിന്റെ തൊട്ട് ഓപ്പോസിറ്റ് വരുന്ന ഒരു ബെഞ്ചിൽ പോയിരുന്നു. ഞാൻ ഇന്ന് അവിടെ കൂടുതലും കണ്ടത് കപ്പിൾസിനായിരുന്നു. എന്റെ കൂടെ വരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും ലേക്കും പരസ്പരം കഥ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യ സമയത്ത് അവിടെ കാണാൻ വേണ്ടി വളരെ അടിപൊളിയായിരുന്നു. സന്ധ്യ മാറി ഇരുട്ടായപ്പോഴത്തേനും ലൈറ്റിങ്ങും ലേക്കും എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ സമയത്ത് കുറെ കൂടെ ആൾക്കാർ അവിടേക്ക് വരാൻ വേണ്ടി തുടങ്ങി. കഥ പറയുന്നത് ബോറടിച്ചപ്പോഴത്തേക്ക് ഞാനൊരു പോപ്കോൺ വാങ്ങി കഴിച്ചു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ പട്ടിയും കൊണ്ട് പോകുന്നത് കണ്ടു. ഇന്ന് അമ്പിളി അമ്മാവൻ തേങ്ങാപ്പൂള് പോലെയാണ് ആകാശത്തുണ്ടായിരുന്നത്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാനിരുന്ന സീറ്റിൽ ഒരു ഫാമിലി കയറി. പിന്നെ കിട്ടിയൊരിടത്ത് കയറിയിരുന്ന് എൻ്റെ ഫ്രണ്ട്സിനെ കണ്ണിലെണ്ണി ഒഴിച്ച് ഞാൻ കാത്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഡങ്കിലേക്ക് ഡോണറ്റും ഐസ്ക്രീമും ഒക്കെ കഴിക്കാനായി പോയി. പെട്ടെന്നാണ് ഞങ്ങളുടെ കൂടുതലുള്ള 2 ബിരുദന്മാർ ആപ്പിൾ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ആപ്പിൾ ബുക്ക് ചെയ്യാമെന്നുള്ള പ്ലാനുമായി വന്നത്. അങ്ങനെ ആപ്പിൾ നോക്കിയപ്പോൾ ബോക്സ് 4 ഡോണറ്റ്സിന് ഒരു ലാറിന്ന് കണ്ടു. അതായത് നാട്ടിലെ 33 രൂപ. 33 രൂപയ്ക്ക് 4 ഡോണറ്റ്സ് ലാഭമല്ലേ. അങ്ങനെ അത് 4 വെച്ച് ഓർഡറാക്കി. ഓർഡർ കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് 4 ഡോണറ്റിനല്ല ഒരു ലാറി, 4 ഡോണറ്റ് വെക്കുന്ന ഒരു ബോക്സിനാണ് ഒരു ലാറി എന്ന്. അങ്ങനെ ആ പൈസയും ഗുദാഹബ. അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ അങ്ങനല്ലേ, ഓഫർ എന്ന് പറഞ്ഞാൽ അവിടെ ചാടി വീഴുകയും ചെയ്യും, എല്ലാ പണികളും വാങ്ങിച്ചു കിട്ടുകയും ചെയ്യും. ഈ 2 പേരാണ് ആ ബിരുദം. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ തിരിച്ചു വരുന്ന സമയത്ത് 3 കാല് മാത്രമുള്ള ഒരു പട്ടിക്കുട്ടിനെയും കണ്ടു, ഒരു പൂടൽ കുട്ടിനെയും കണ്ടു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുര്യൻ്റെ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ബൈക്കിലും കുറച്ച് പേര് ടാക്സിയിലും അവൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ കുര്യൻ്റെ വീട്ടിലെത്തിയപ്പം ഷെഫ് സാഹിലിൻ്റെ വക ഹൈദരാബാദി ചിക്കൻ ബിരിയാണി കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു.